നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക. ലാസ്റ്റ് ഉറങ്ങാനില്ല. ലാസ്റ്റ് ടൈം എത്ര? 10 മണി, 10 o'clock ലാസ്റ്റ്. കാന യക്റഹുൽ കലാമ ബഅദൽ ഇശാ. ഇശാ നിസ്കരിച്ചിട്ട് സംസാരിക്കൽ നബിക്ക് വെറുപ്പാണ്. സ്വഹീഹുൽ ബുഖാരി. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹുൽ കലാമ ബഅദൽ ഇശാ. ഇശാ നിസ്കാരം കഴിഞ്ഞ് സംസാരിക്കുന്നത് നബിക്ക് വെറുപ്പാണ്. റസൂലുള്ളാഹി തആല പറയില്ല. നേരത്തെ ഉറങ്ങും, നേരത്തെ എണീക്കും. ഈ പ്രകൃതിയിൽ ഒരു പ്രത്യേക ടൈമാണ് എന്ത്? ഉഷസ്സുദിക്കുന്നതിന് മുമ്പുള്ള 2 മണിക്കൂർ. ആ 2 മണിക്കൂർ നിന്റെ തല മണ്ണിൽ കുത്തിയാൽ അതിന് കിട്ടുന്ന എനർജി മാത്രം മതിയോ? നിന്റെ ഇമ്മ്യൂണിറ്റി പവറിനെ വീണ്ടും റീപ്രൊഡക്ട് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്? 3 മണിക്ക് നീ വെറുതെ എണീറ്റിരുന്നു, 3 മണിക്ക് കട്ടിലിന് എണീറ്റു, 3 മണിക്ക് നീ രാത്രി 3 മണി കഴിഞ്ഞ് കട്ടിലിന് എണീറ്റു, കാലും നിലത്ത് കുത്തി അങ്ങനെ ഇരുന്നു 1 മിനിറ്റ് 2 മിനിറ്റ്. ആ സമയത്ത് റസൂലുള്ളാഹി ആയത്തോതും, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ. ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചു ആ ഇരുത്തം. റസൂലുള്ളാഹി എണീറ്റിട്ട് അങ്ങോട്ട് പോവില്ല, വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോവില്ല. ഉളു എടുക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി കാല് കുത്തിയത് ഇരുത്തിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഖുർആനോടും. ആലി ഇമ്രാനിലെ അവസാനത്തെ ആയത്തുകൾ, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ ആയാതിൽ ലിൽ അൽബാബ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ. ആ ആയത്തോടും. റസൂലുള്ളാഹിന്റെ റൂമിൽ ഇരുന്നാൽ തന്നെ ആകാശം കാണും, ആകാശത്തേക്കൊന്ന് ഇങ്ങനെ നോക്കും. നിന്റെ സെൽഫ് ഇമ്മ്യൂണിറ്റി പവറിനെ നീ വർദ്ധിപ്പിച്ചു ഈ ഇരുത്തം. പിന്നെ നീ ഒന്ന് ഒന്നുകൊടുത്തു, തഹജ്ജുദ്, സുജൂദൊക്കെ ശരിക്കൊന്ന് സുജൂദ് ചെയ്തു. അപ്പോൾ നിനക്ക് കിട്ടുന്ന എനർജി ഉണ്ട്, ഭയങ്കര. ഈ എനർജിയുടെ സമയം എത്ര വരെ ഉണ്ട്? 3 AM to 5 AM. വെളുപ്പാൻ കാലത്ത് 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം. വല്ലാത്തൊരു കരുത്താണ് ആ സമയം. അതാണ് എന്ത്? സുഹൂർ, അത്താഴ സമയം. ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. ആ സമയത്ത് ചെയ്യുന്ന, ആ സമയത്ത് എണീറ്റിരുന്നാൽ പോലും പ്രതിരോധ ശക്തി വർദ്ധിക്കും. ആ സമയത്ത് വെറുതെ എണീറ്റിരുന്നാൽ തന്നെ കരുത്തുണ്ടാവും. അത് നമ്മൾക്ക് കഴിയില്ല. കാരണം നമ്മൾ 1 മണിയായാലും ഉറങ്ങാൻ കഴിയില്ല, ഉറങ്ങൂല. ആവശ്യമില്ലാതെ മൊബൈൽ ഒഴിവാക്കണമെങ്കിൽ മൊബൈൽ ഒഴിവാക്കുക തന്നെ ചെയ്യാം. മൊബൈൽ ഒഴിവാക്കുന്നതുകൊണ്ട് എന്താ നഷ്ടം? അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് സമയം വെക്കുക. ഒരു ദിവസം ഞാൻ ഈ സമയങ്ങളിലാണ് മൊബൈൽ ഉപയോഗിക്കുക, അങ്ങനെ വെക്കുക. അവിടെയൊക്കെ നമ്മൾ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. ആധുനികത നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി, ആധുനികത നിന്റെ മാനസിക ആരോഗ്യം നഷ്ടപ്പെടുത്തി, ആധുനികത നിന്റെ റൂഹിന്റെ വെളിച്ചം നഷ്ടപ്പെടുത്തി, ആധുനികത നിന്നെ തന്നെ നഷ്ടപ്പെടുത്തി. ലാസ്റ്റ് 10 o'clock 10 മണി ഭക്ഷണം ഖുബൈലൽ മഗ്രിബി ഔ ബുഐദൽ മഗ്രിബി, ഒന്നിരിക്കൽ മഗ്രിബിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ തൊട്ടുടനെ ആ സമയത്ത് ഭക്ഷണം ഫ്രൂട്ട്സ് ആക്കുക. ഹബീബാ റസൂലുള്ളാഹി പറഞ്ഞ തമ്രത്ത് എന്നാണ്. എന്ത്? കാരക്ക. അത്താഴം കഴിക്കണം. അത്താഴത്തെ പറ്റി ഞാൻ പിന്നീട് ക്ലാസ് എടുക്കാം. വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കണം, ഇല്ലെങ്കിൽ വാർദ്ധക്യം പെട്ടെന്ന് വരും എന്ന് പുണ്യ റസൂൽ മുസ്തഫ. വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വാർദ്ധക്യം പെട്ടെന്ന് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. വലോബിത്തമ്പ്രത്തിൻ, എന്ത് മതി? പക്ഷെ അവിടെ നിയ്യത്ത് ചെയ്യണം. ഇതിൻ്റെ രാത്രി ഭക്ഷണമാണ്. ഈ പൊറാട്ട കിട്ടുമെന്ന് വിചാരിച്ച് ഇരിക്കണിൻ്റെ അടിയിൽ എന്ത് ചെയ്തു? 8 or 10 കാരക്ക തിന്നാൽ പിന്നെ എനിക്ക് ആദ്യം ഉണ്ടാകുക പൊറാട്ട കിട്ടിയതുമില്ല. ഇന്നിപ്പോൾ ഒന്നും കിട്ടിയില്ലല്ലോ. ഏതൊരു കാര്യത്തിനും ആദ്യം നിയ്യത്താണ് വേണ്ടത്. ഇന്ന് ഒരു കാരക്ക എന്നാൽ മതി, പക്ഷെ ആ കാരക്കയിൽ നീ നിയ്യത്ത് ചെയ്യണം. എന്തിന്? അത്താഴത്തിന്. അത്താഴം ഒരു കാരക്കാണ് മതി. ആ ഒരു കാരക്ക കൊണ്ട് എനിക്ക് അത്താഴമായി. അവിടെയൊക്കെ മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവരണം. രാത്രി ഫ്രൂട്ട്സ് ആക്കുക. ഇപ്പൊ രാത്രി ആപ്പിൾ കഴിക്കുക. എക്സാമ്പിൾ, ആപ്പിളിന് ഒരുപാട് കഴിവുകളുണ്ട്. ആപ്പിളിന്റെ പ്രധാനപ്പെട്ട കഴിവ് എന്താ? ആമാശയത്തിലെ വേസ്റ്റിനെ പുറത്താക്കാൻ കഴിയുന്ന ഇങ്ങനെ വേറൊരു പഴമില്ല. അതാണ് ആപ്പിൾ. തൊലിപ്പുറത്തുള്ള വിഷത്തെ ഒഴിവാക്കുക. അതായത് കുറച്ച് നേരം നല്ലപോലെ എന്ത് ചെയ്യുക? വെള്ളത്തിലിട്ട് വെക്കുക, വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് വെള്ളത്തിലിട്ട് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. തൊലിപ്പുറത്തുള്ള വിഷാംശത്തെ ആപ്പിൾ ചെത്താതെ ഉപയോഗിക്കുന്ന. അപ്പൊ ചുരുക്കത്തിൽ അതൊക്കെ പുതിയ വീക്ഷണങ്ങളാണ്.
തൊലിയോട് ചേർത്താണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ ഇതിൽ പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, ആപ്പിള് നിങ്ങൾ ചിന്തിക്കലോ ഒക്കെ ഇന്നും പഠന വിധേയമാക്കണം. ഒരു ആപ്പിള് കഴിക്കുക മതി. അതായത് ആമാശയത്തിൽ കിടക്കുന്ന, കുടലിൽ കിടക്കുന്ന വേസ്റ്റുകളെ പുറന്തള്ളാൻ ഏറ്റവും കരുത്തുള്ള ഫ്രൂട്ടാണ് എന്ത്? ആപ്പിള്. ഒരാപ്പിൾ രാത്രി കഴിക്കുന്നു, അല്ലെങ്കിൽ 1.5 കഴിച്ചോ, അല്ലെങ്കിൽ 2 കഴിച്ചോ, 1/2 കിലോ ഒന്നിച്ച് കഴിക്കണ്ട. എന്താണെങ്കിലും ഒരു 1/2 പ്ലേറ്റ് ചോറ് കഴിക്കുന്നതും ഒരു 4 ആപ്പിൾ നിന്ന് നോക്കുകയാണെങ്കിൽ ആപ്പിളാണല്ലേ. കാരണം ഒന്നത് ഫ്രൂട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, അതിന് പെട്ടെന്ന് കരുത്തുണ്ട്, പെട്ടെന്ന് ദഹിക്കും, വേസ്റ്റുകളെ ഇല്ലാതാക്കും പലതും. അപ്പൊ ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. ഒരു ദിവസം മുന്തിരി കഴിക്കുക, ഒരു ദിവസം ആപ്പിളാക്കുക, ഇങ്ങനെ വ്യത്യസ്തമായി കഴിക്കുക. അത് പതിവാക്കിയാൽ പിന്നെ അത് മതിയാവും. നമ്മളെ പ്രശ്നം പതിവാക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ആദ്യം പറഞ്ഞ പെണ്ണുങ്ങളെ മനസ്സ് മാറ്റുക. ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ പരേ ചെന്നാൽ പെണ്ണുങ്ങൾ നിങ്ങളെ മലർത്തിയടിക്കും. അയാൾ പിരാന്തനാണ്, അയാൾക്ക് വെറുതെ പിരാന്ത്. അയാൾ പറഞ്ഞു കേട്ടാണ് നിങ്ങളുള്ള ആരോഗ്യം കളയണ്ട. അത് നല്ലതാണ്, ഒറ്റയ്ക്ക് നല്ലതാണ്. നേന്ത്രപ്പഴം ഒന്നൊക്കെ കഴിക്കാം, നല്ലതാണ്. നേന്ത്രപ്പഴം നല്ല കരുത്തുള്ള സാധനമാണ് നേന്ത്രപ്പഴം. ചില ഫ്രൂട്ട്സിനോട് കൂടെ പറ്റൂല, അത് വേറെ. ഇപ്പം ഹെമൂലത്ത് കൂടുതലുള്ളതിനെ മറ്റു പഴത്തിൽ കൂട്ടരുത്. ഞാൻ ഈ ഹെമൂലത്ത് കൂടുതലുള്ളതാണ് നാരങ്ങ വർഗ്ഗങ്ങൾ. ഞാൻ നാരങ്ങൻ്റെ കുടുംബത്തിനെ അറിയാം. നാരങ്ങ കഴിയുമ്പോൾ വേറെ ഒന്നും കഴിക്കൂല. പിന്നെ രാത്രി കാലങ്ങളിൽ അതൊക്കെ മാറ്റി വെക്കുന്ന ഒരു നിലക്ക് നല്ലതുമാണ്. പുളിയുള്ള സാധനങ്ങൾ മാറ്റി വെക്കുക ഒക്കെ നല്ലതാണ്. അതെ, പുളിയുള്ള സാധനങ്ങൾ, പുളിയുള്ളത് മുഴുവൻ മാറ്റി വെക്കുക, രാത്രി ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മൾ സവാള, ഉള്ളി അസ്തമിച്ച ശേഷം കഴിക്കുന്നത് നല്ലതല്ല. അതിനൊക്കെ സമയം ഉച്ചയാണ്. അപ്പൊ ചുരുക്കത്തില്ല, നിനക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാണ് എങ്കിൽ നമുക്ക് നമ്മളെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയും. ഉച്ചക്ക് നല്ല ഭക്ഷണം കഴിക്കുക. ഇന്നത്തെ ഞാനിപ്പം നബിയുടെ കാലത്തിലേക്ക് വരില്ല, ഞാൻ തിരിച്ചു വരിക. നമ്മളെ കാലത്ത് ഒന്നും കൂടി കുറക്കുക, ശ്രദ്ധിക്കുക. എന്ത്? ഒരു ചെറിയ നാസ്ത കഴിക്കുക രാവിലെ, അതിരാവിലെ. അത് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആക്കാം. ഒന്ന് വലിയ ചിലവൊന്നും വരില്ല. ഈ നാസ്തയുടെ ചിലവന്നെ അതിന് വരൂ. സുലഭമായി നമ്മളെ നാട്ടിൽ ജെയ്ത്തൂൻ കായ കിട്ടും. ആയിക്കോട്ടെ, എനിക്ക് പള്ളർച്ചി തിന്നണ്ട. ഒരു കുപ്പി ജെയ്ത്തൂൻ കായ വാങ്ങിയാൽ 1 മാസം കഴിക്കാം. 500 രൂപ എത്രയേ ഉള്ളൂ. ആപ്പിളും ജെയ്ത്തൂനൊക്കെ ഏകദേശം 2 വളരെ കോസ്റ്റ്ലി ആയ ഫ്രൂട്ട്സാണ്. ജെയ്ത്തൂൻ കായ കഴിക്കുക, ഒരു 3 ജെയ്ത്തൂൻ കായ കഴിക്കുക, പതിവാക്കിക്കള. ഏറ്റവും ചുരുങ്ങിയത് പിന്നെ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഉപ്പ് കൊണ്ട് പ്രാതൽ തുടങ്ങലാണ്. രോഗം കുറയും.